വിശദമായ വാർത്തകളിലേക്ക്. OR കേളു അല്പസമയത്തിനകം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. മാനന്തവാടി MLA ആണ് OR കേളു. രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. വിവരങ്ങളുമായി VV വിനോദ് ചേരുകയാണ്. വിനോദ്, സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? കെ രാധാകൃഷ്ണൻ രാജിവെച്ചതിനെ തുടർന്ന് പുതിയ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട OR കേളുവിന്റെ സത്യപ്രതിജ്ഞ അല്പസമയത്തിനകം നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ആരിഫ് മുഹമ്മദ് ഖാൻ വേദിയിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രി Sri OR Kelu, Minister Designate, is present to take the oaths of office and secrecy. I request your permission to present him. I, OR കേളു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവുമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സൗകര്യവും പ്രതിജ്ഞ ചെയ്യുന്നു. OR കേളു എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് സൗഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
Sir, the swearing in is now complete. ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും മന്ത്രി OR കേളു രണ്ടാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിലെ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രിയായി OR കേളു ചുമതലയേറ്റിരിക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ VV വിനോദ് ചേരുകയാണ്. വിനോദ്, പരിപാടികളെല്ലാം അവസാനിച്ചു. ഇനി അടുത്ത നടപടിക്രമം അതെന്താണ്? സുവി, രണ്ടാം പിണറായി മന്ത്രിസഭയിലേക്ക് പുതിയ അംഗം എത്തിയിരിക്കുന്നു. OR കേളു മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹത്തിന്റെ ആ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികൾ എന്നതിനപ്പുറത്തേക്ക് പ്രതിപക്ഷം കൂടി ഈ ചടങ്ങിനോട് സഹകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറെ കാലമായി സർക്കാരിന്റെ പരിപാടികൾ ആ പരിപാടികളിലൊന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ ഒരു സഹകരണം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവും ഉപനേതാവും ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിലേക്ക് എത്തി. പ്രതിപക്ഷ നേതാവ് അടക്കം പൂച്ചെണ്ട് നൽകി, മുഖ്യമന്ത്രിക്ക് പൂച്ചെണ്ട് നൽകി. മന്ത്രിമാർ ഇപ്പോൾ അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വാർത്തകൾ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ്, അതാണ് OR കേളുവിന്റെ വകുപ്പായി നൽകിയിട്ടുള്ളത്. നേരത്തെ രാധാകൃഷ്ണൻ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റ് വകുപ്പുകൾ കൂടി ഉണ്ടായിരുന്നു. ദേവസ്വം വകുപ്പ് ഉൾപ്പെടെ ഉള്ള പാർലമെന്ററി കാര്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നാൽ OR കേളുവിന് ഒരു വകുപ്പ് മാത്രമാണ് നൽകിയത്. അത് സംബന്ധിച്ചുള്ള ചില ചർച്ചകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു ദേവസ്വം വകുപ്പ് നൽകാത്തതുമായി ബന്ധപ്പെട്ട്. എന്നാൽ കേളു തന്നെ ആ വാദങ്ങൾ അല്ലെങ്കിൽ അത്തരം ഉയർന്നു വന്ന കാര്യങ്ങളെ തള്ളിക്കളയുന്ന ഒരു നിലയുണ്ടായി. തന്റെ വകുപ്പിന്റെ കാര്യം പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് അത് വർഗീയതയുടെ വിഷം കുത്തിവെക്കുന്നതിന് വേണ്ടിയാണ് എന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കഴിവിന്റെ പരമാവധി മന്ത്രി എന്ന നിലയിൽ ഇനി 2 വർഷമാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്നത് അത്ര നല്ല തരത്തിൽ ഭരണവുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ചില പദ്ധതികൾ മനസ്സിലുണ്ട് എന്ന കാര്യം അദ്ദേഹം നമ്മളോട് തന്നെ വ്യക്തമാക്കിയതാണ്. SC വിദ്യാർത്ഥികളുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ വിനിയോഗത്തിന് ഒരു സ്ക്രീനിംഗ് കമ്മിറ്റി എന്ന കാര്യം നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നതാണ്. പുതിയ ചില കാര്യങ്ങൾ കൂടി, വന്യജീവി ആക്രമണമുണ്ട്, ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ എത്തുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിയമത്തിൽ ഭേദഗതി, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും അദ്ദേഹത്തിന്റെ നിലപാടുകളായി വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ മന്ത്രിമാർക്ക് പുറമെ MLA-മാരടക്കമുള്ളവർ അദ്ദേഹത്തിന് പൂച്ചെണ്ട് നൽകുന്നുണ്ട്. തിരുവനന്തപുരം മേയർ അടക്കമുള്ളവർ അദ്ദേഹത്തിന് അനുമോദനവുമായി എത്തി. മത സാമുദായിക രംഗങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനെത്തിയിരുന്നു. മറ്റൊരു കാര്യം, ഈ വേദിയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയും ഗവർണറും പരസ്പരം സംസാരിക്കുകയോ